അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയ ഭർത്താവിനെയും മകനെയും കാത്തു നിൽക്കുകയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. കുറെ കഴിഞ്ഞപ്പോൾ മകനും വാപ്പയും വന്നു. ഉമ്മു സുലൈം അവരെ നോക്കി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഉമ്മു സുലൈം നോക്കുമ്പോൾ കൂടെ ഒരു വയസ്സായ മനുഷ്യനും വരുന്നുണ്ട്. ഉമ്മു സുലൈം ഭർത്താവിനോട് ചോദിച്ചു, ആരാണത്? അബൂ ത്വൽഹ. അദ്ദേഹം പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു. അയാൾക്ക് ഇന്ന് രാത്രി ആരാണ് ഭക്ഷണം കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. നബിതങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ എൻ്റെ കൂടെ ഇങ്ങ് കൂട്ടി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭർത്താവിനെ കൂട്ടി വീടിൻ്റെ ഉള്ളിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്ക് കഴിക്കാൻ തന്നെ ഭക്ഷണം തികയില്ല അബൂ ത്വൽഹ. നമ്മുടെ മകൻ അനസ് റളിയല്ലാഹു അൻഹുവിന് അവന് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഇന്ന് നമ്മുടെ ഭക്ഷണം കൂടി അവന് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് വന്നത്. എന്തിനാണ് ഉമ്മ കരയുന്നത്? മോനെ, ഇന്നും നമ്മൾ പട്ടിണി കിടക്കണം. മോനെ, റസൂൽ അയച്ച ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കണം. ഒടുവിൽ ഉമ്മു സുലൈം പറഞ്ഞു, ഞാനൊരു വഴി പറയാം, അതുപോലെ നിങ്ങൾ ചെയ്യണം. നമുക്ക് 4 പേർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കാം. ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ, മോനെ അനസ്, നീ വിളക്ക് കാലുകൊണ്ട് തട്ടിക്കെടുത്തണം. എന്നിട്ട് ആ ഇരുട്ടിൽ നമുക്ക് കഴിക്കുന്നത് പോലെ അഭിനയിക്കാം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ 4 പേരും ഇരുന്നു. 3 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ആ പൊന്നുമോൻ പാത്രത്തിലെ ഭക്ഷണം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. പക്ഷേ ആ മോന് ഉമ്മ പറയുന്നത് പോലെ അനുസരിച്ചു. വെളിച്ചം തട്ടിക്കെടുത്തി. ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. രാവിലെ ഉപ്പയും മകനും പള്ളിയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എവിടെ അബൂ ത്വൽഹ? അവസാന സഫിൽ നിന്ന് അബൂ ത്വൽഹ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് നബിയെ. നബി തങ്ങൾ അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇന്നലെ നിന്റെ വീട്ടിൽ വെളിച്ചമണച്ചുള്ള ഭക്ഷണ സൽക്കാരം റബ്ബിന് ഏറെ ഇഷ്ടമായി അബൂ ത്വൽഹ. അദ്ദേഹം ഒന്ന് ഞെട്ടി, നബിയെ, എങ്ങനെ അറിഞ്ഞു അത്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല അബൂ ത്വൽഹ, സർവ്വ മലക്കുകളും അറിഞ്ഞു. ഇന്നലെ നിന്റെ വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു അബൂ ത്വൽഹ.